ഈ 17 വയസ്സുള്ള കുട്ടികളെ 18 വയസ്സ് വരെ പറ്റുമെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും നടുക്കടക്കം എടുത്തേക്ക്, ഒരു പ്രശ്നവുമില്ല. ഇനി 18 വയസ്സുകാരൻ ഇന്ന് കൊണ്ടുപോയി കിടത്തി ഓൻ ചവിട്ടി കുരുട്ടിങ്ങൾ ഇട്ടാളിയും. ഇത് ചെറുപ്പത്തിലേ എൻ്റെ തീരുമാനം ശരിയാണ്. എൻ്റെ 2 എൻ്റെ നടുവിൽ അടക്കുക. അതിനെക്കൊണ്ട് നന്നായി ആരാന്നറിയോ? എൻ്റെ ഭാര്യ. ഓള് വാട്സപ്പ് നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മക്കളെ ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുവന്ന പരിപാടി എൻ്റെ ഇടയിൽ ഇല്ല. ബെഡ്റൂമിലേക്ക് നിങ്ങൾ ഫോൺ കൊണ്ടുപോയോ നിങ്ങളും നിങ്ങളെ ഭാര്യയും മക്കളും നശിച്ച്. ബെഡ്റൂം ഉറങ്ങേണ്ട സ്ഥലമാണ്, സംസാരിക്കേണ്ടുന്ന സ്ഥലമാണ്. ആടെ നമ്മൾ സംസാരിക്കാണ്ട് വാട്സപ്പിൽ നോക്കി നമുക്ക് ഇഷ്ടാവുമോ? അവിടെ സംസാരിക്കണം, കഥകൾ പറയണം. അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്, മക്കളെ മൊബൈൽ ഫോണിൽ അധികം നോക്കി എന്നാൽ കണ്ണ് പൊട്ടിപ്പോകുന്നു. എൻ്റെ മോൻ പറഞ്ഞു, ഓൻ നോക്കുന്നില്ലേ, ഇവൻ നോക്കുന്നില്ലേ, മറ്റോ. ഞാൻ പറയും, മോനെ അങ്ങനെയൊന്നും നോക്കട്ടെ, എനിക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കണ്ണ് പൊട്ടോ ഇല്ലയോ നിങ്ങൾക്ക് കാണിച്ചു തരണോ? നിങ്ങളിവിടെ കമ്പ്യൂട്ടർ ഉണ്ടോ? ഇന്ന് വീട്ടിൽ പോയിട്ട് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് കമ്പ്യൂട്ടർ തുറക്കുക, അതിൻ്റെ സ്ക്രീന് തുറന്നവിടെ വെക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് മൂടുക. പിറ്റേന്ന് രാവിലെ ഒരു 11 മണി വരെ അത് അവിടെ നിൽക്കട്ടെ, ഓഫാക്കണ്ട. ആ പേപ്പർ എടുക്കുക, ഒരു മുട്ടുക, പേപ്പർ പൊടിഞ്ഞു എന്നാണ് നിങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം എന്നാ? ഈ പേപ്പറിലുള്ള വെള്ളാംശം വരെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് വലിച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങളെ നനവുള്ള കണ്ണിലേക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിയെന്നാൽ കണ്ണ് വറ്റി വരണ്ടും, പൊട്ടനായി പോവും, കണ്ണ് പൊട്ടനായി പോവും. എന്താ സംശയം? അത് യൂട്യൂബും കൂടി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ എൻ്റെ 2ാം ക്ലാസ്സിലെ ചെക്കനെ പഠിപ്പിച്ചിട്ടുണ്ട്.